കർക്കിടക ബലി അർപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തലേ ദിവസം ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുക. ഏതൊരു പുണ്യപ്രവൃത്തിക്കും മനഃശുദ്ധിയും വ്രതശുദ്ധിയും ശരീരശുദ്ധിയും വേണമെന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പോലും മറ്റൊരാളെ വേദനിപ്പിക്കാതെ വരുന്നതാണ് വ്രതശുദ്ധി എന്ന് പറയുന്നത്. കുറഞ്ഞത് 7 ദിവസമെങ്കിലും വ്രതശുദ്ധി അനുഷ്ഠിക്കാനാണ് ഇപ്പോഴത്തെ ആധുനിക കാലത്ത് അത് നടന്നില്ലേ 3 ദിവസമെങ്കിലും ചെയ്യണമെന്നുള്ളതാണ്. സ്ത്രീകൾ വാവുബലികൾ അർപ്പിക്കാൻ പാടുണ്ടോ? തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബലിയിടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നതും അല്ലെങ്കിൽ നദീതീരത്തോ കടൽ തീരത്തോ നടത്തുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ജലം വലിയൊരു ഘടകമാണ്. അതിന് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നതിന് ഒഴുക്ക് ജലമാണ്. അതുകൊണ്ട് തന്നെയാണ് നദികളിലും കടൽത്തീരങ്ങളിലുമൊക്കെ ബലിതർപ്പണം നടത്തുന്നത് നല്ലതാണെന്ന് അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, പക്ഷെ ചിലവർക്ക് അത് സാധിക്കാതെയും വരാം. അങ്ങനെ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടാവുമോ? മുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം മോശമാവുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വഴക്കുകളും ബുദ്ധിമുട്ടുകളും, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊന്നും ഒരു ഉണർവില്ലാത്ത ഒരവസ്ഥയും, അങ്ങനെ എല്ലാ മേഖലയിലും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. നമസ്കാരം. വിട പറഞ്ഞു പോയ പൂർവികരെ സ്മരിക്കാനും അവരോടുള്ള കടപ്പാട് പുതുക്കാനുമുള്ള പുണ്യദിനമാണ് കർക്കിടക വാവ്. സനാതന മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഓരോ വാവുബലി. കർക്കിടക വാവുബലിയുടെ ആചാരപരമായ പ്രത്യേകതകളും ആധുനിക കാലത്തെ പ്രസക്തിയും നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവല്ലം പരശുരാമ ക്ഷേത്ര മേൽശാന്തിയായ ശ്യാം NS കുമാർ നെടുമൻമഠമാണ്. തിരുമേനി നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങാം, എന്താണ് കർക്കിടക വാവ്? എന്താണ് കർക്കിടക വാവ് ബലി? എന്തിനാണ് നമ്മൾ കർക്കിടക വാവ് ബലി നടത്തുന്നത്? കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത് നമ്മൾ ദക്ഷിണായനത്തിൽ ഉത്തരായനം ദക്ഷിണായനം എന്ന് രണ്ട് പക്ഷങ്ങളുണ്ട്. അതിൽ ഉത്തരായനം എന്ന് പറയുന്നത് ദേവന്മാർക്ക് പ്രാധാന്യമുള്ള പക്ഷവും ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള പക്ഷവുമാണ്. നമ്മൾ ഈ ഉത്തരായനമായാലും ദക്ഷിണായാലും പിതൃക്കളെയായാലും ദേവന്മാരായാലും നമ്മളുടെ ആചാരപ്രകാരം തുല്യരായിട്ടാണ് കാണുന്നത്. നമുക്ക് ജന്മം തന്ന നമ്മളെ പിതൃക്കൾ, നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, അപ്പൂപ്പനാകാം, മുതുമുത്തച്ഛന്മാരാകാം, അവരെയൊക്കെ സ്മരിക്കേണ്ടുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ കർക്കിടക വാവ് ബലി കാണുന്നത്. അപ്പോൾ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും അവരുടെ പിതൃക്കളെ ഓർമ്മിക്കാനായിട്ട് പൊതുവിലുള്ള ഒരു ദിവസമാണ്. അല്ലാതെ ആചാരപരമായിട്ട് നോക്കുന്നതിൽ ശ്രാദ്ധം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലിടുന്ന ഒരു ബലിയാണ്. അത് ചില സമൂഹത്തിലെ പല ആചാരങ്ങളുണ്ട്. അതിൽ ചില ആൾക്കാർ അത് തിഥിയായിട്ടിടും, ചിലർ നക്ഷത്രം നോക്കിയിടും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് നമ്മളെ സ്മരിക്കാൻ വേണ്ടി വർഷത്തിൽ ഉള്ള പ്രാധാന്യമാണ് കർക്കിടക വാവ് ബലിക്കുള്ളത്. അപ്പോൾ കർക്കിടക വാവ് ബലിയുടെ അന്ന് നമ്മൾ ബലിയിടുന്ന ആ സമയത്ത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേരുകയും അവരെ പിതൃക്കളെ ഓർമ്മിക്കുകയും അവരുടെ മോക്ഷത്തിനായിട്ട് അവരാൽ കഴിയുന്നത് അവർ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ബലിയിടാൻ പോകുന്നത് 1 or 2 പേരാണെങ്കിലും വീട്ടിലെല്ലാ ഒരുക്കങ്ങളും, അപ്പോൾ സദ്യവട്ടം ഉൾപ്പെടെ ഒരുക്കങ്ങൾ ഒരുക്കി പിതൃക്കൾക്ക് നൽകുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു വിളക്ക് വെച്ച് അവിടെ എല്ലാം വിളമ്പി വെച്ചിട്ട് അവർ പിതൃക്കളെയൊക്കെ സ്മരിച്ച് ചെയ്തതിന് ശേഷം അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അപ്പോൾ അത് കുടുംബത്തിലൊരു ഐശ്വര്യവും സന്തോഷവും വരുന്നതിനും കൂടി കാരണമാകുന്നതായിട്ട് വരുന്നതാണ്. ഇതാണ് കർക്കിടക വാവ് ബലിയുടെ ഏറ്റവും പ്രധാനം എന്നുള്ളത്. കർക്കിടക വാവ് ബലി അർപ്പിക്കാൻ പോകുന്ന ഒരു ഭക്തൻ പാലിക്കേണ്ടതായ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കർക്കിടക വാവ് ബലി അർപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരാഴ്ച എല്ലാവരും പറയും തലേ ദിവസം ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുക. അതുമല്ല മനഃശുദ്ധിയും വ്രതശുദ്ധിയും എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു പുണ്യപ്രവൃത്തിക്കും മനഃശുദ്ധിയും വ്രതശുദ്ധിയും ശരീരശുദ്ധിയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടുന്നത് കൊണ്ട് നമ്മൾ ആഹാര നിയന്ത്രണത്തിൽ കൂടി നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുകയും ഈ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നുള്ള അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വേണ്ടി അവർ വ്രതശുദ്ധി അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വ്രതശുദ്ധി അനുഷ്ഠിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്താണ് ആ പോകുന്ന കർമ്മത്തിൻ്റെ പ്രാപ്തി എന്നുള്ളത് അവർക്ക് മനസ്സിലാകുകയും അതനുസരിച്ച് അവർ അത്രത്തോളം ഗൗരവത്തോടു കൂടി അത് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു ആചാരമായി പണ്ടുള്ള ആൾക്കാർ കണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ
ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റ് ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല ശീലങ്ങൾ വെക്കുക. വാക്കിൽ പോലും നമ്മൾ മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പോലും മറ്റൊരാളെ വേദനിപ്പിക്കാതെ വരുന്നതാണ് വ്രതശുദ്ധി എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തിയാൽ അത്രയും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ ഈ നിയന്ത്രണം വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റ് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗം. ഈ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വ്രതശുദ്ധി അനുഷ്ഠിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആധുനിക കാലത്ത്. അത് നടന്നില്ലേ, ഒരു 3 ദിവസമെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകൾ വാവുബലികൾ അർപ്പിക്കാൻ പാടുണ്ടോ? സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ജാതിപരമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ്. പക്ഷെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബലിയിടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സ്ത്രീകൾ അവരുടെ പൂർവികർക്ക് വേണ്ടി അവരല്ലാതെ വേറെ ആരും ബലിയിടാനില്ല എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം അവർക്ക് ആഗ്രഹം കാണില്ല. നമ്മൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ മാറ്റി നിർത്താതെ അവരുടെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പൻ മരിച്ചു, ഈ അപ്പൂപ്പന്മാരുമായിട്ടൊക്കെ ചിലപ്പോൾ വളരെ മുത്തശ്ശന്മാരുമായിട്ടൊക്കെ വളരെ അറ്റാച്ച്മെൻ്റുള്ള കൊച്ചുമക്കളുണ്ട്. അപ്പോൾ അവർക്ക് നൽകാൻ പറ്റുന്നതെന്ന് പറയും ബലിയിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലിയിടാൻ അവർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ അനുഷ്ഠിക്കേണ്ട ഈ വ്രതശുദ്ധിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അവർക്കും ബലിയിടുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല, പരശുരാമ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കും അതിൽ പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ ബലിയിടുന്ന ഒരു പ്രവണതയാണുള്ളത്. അത് നല്ലത് തന്നെയാണ്. കാര്യം അവർക്കും ഓർമ്മിക്കണമല്ലോ അവരുടെ പൂർവികരെ. അതിന് വേണ്ടിയിട്ട് അവർക്ക് ബലിയിടുന്നതിൽ തെറ്റില്ല. തിരുവല്ലം ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ഒരു ചരിത്രം പറയുന്നത്, ഇത് നമ്മുടെ ആദി ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബലികർമ്മങ്ങൾക്ക്, ശ്രാദ്ധകർമ്മങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് സമൂഹത്തിലുള്ള, അദ്ദേഹം സന്യാസം സ്വീകരിച്ച് പോയതുകൊണ്ട് സമൂഹത്തിലുള്ള മറ്റ് ബ്രാഹ്മണർ സഹകരിക്കാത്തൊരവസ്ഥയുണ്ടായി ഈ ബലികർമ്മങ്ങൾക്ക്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബലികർമ്മത്തിന് വേണ്ടി ഇങ്ങനെ തീരുമാനിച്ച് വന്നുപെട്ടത് തിരുവല്ലം ആണ്. തിരുവല്ലം വന്നുപെടാൻ കഴിയുന്നത് ഇവിടെ ത്രിവേണി സംഗമമുണ്ട്. അത് വളരെ പ്രാധാന്യമാണ്. പാർവതി പുതനാറും കിള്ളിയാറും കരമനയാറും ചേരുന്ന ഒരു ത്രിവേണി സംഗമം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്ന് നിൽക്കുകയും മാതാവിൻ്റെ ഈ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ, ഈ ശ്രാദ്ധകർമ്മം ചെയ്യുന്നതിന് നമ്മളുടെ ഇതിൽ പ്രധാനമായിട്ട് 3 പേര് വേണമെന്നാണ്. ഒരു ബ്രാഹ്മണൻ, ഒരു ഗുരു, ഒരു ആചാര്യൻ, ഇത്രയും പേര് വേണമെന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് ശ്രാദ്ധകർമ്മം എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ച് നിന്നപ്പോൾ ഈ 3 പേര് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ബലികർമ്മങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ആ രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. അതിൽ ഒന്ന് ബ്രാഹ്മണനായിട്ട് വന്നത് പരശുരാമനും, ഗുരുവായിട്ട് വന്നത് ശിവനും, പിന്നെ ആചാര്യനായിട്ട് വന്നത് ബ്രഹ്മാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം ബലികർമ്മം എല്ലാം ചെയ്തതിന് ശേഷം ഇവരങ്ങ് അപ്രത്യക്ഷമാവുകയും, അപ്പോൾ ശങ്കരാചാര്യ ഇവിടുത്തെ ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് മണ്ണും ചെളിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് പരശുരാമൻ്റെ വിഗ്രഹം ഉണ്ടാക്കുകയും അങ്ങനെ പരശുരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് നമ്മളെ ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പരശുരാമൻ്റെ പ്രതിഷ്ഠ വന്നു എന്നുള്ളതാണ് പറയുന്നത്. പരശുരാമൻ എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ ഇത് 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. അപ്പോൾ പരശുരാമസ്വാമിക്ക് ഇവിടെയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പരശുരാമസ്വാമിക്ക് ഇവിടെ പ്രധാനമായിട്ടും പരശുരാമസ്വാമി ഇരിക്കുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബലി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നിവേദ്യ വഴിപാടുകൾ, പാൽപ്പായസം, ഉണ്ണിയപ്പം, പായസം, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ഫലകാദികളൊക്കെ ആൾക്കാർ കൊണ്ട് സമർപ്പിക്കാറുണ്ട്. പിന്നെ ഇവിടെ ബലിക്ക് പ്രാധാന്യമായതിനാൽ തിലോഹോമവും ഇതും ഒരുപോലെ പ്രാധാന്യപ്പെട്ട് ഇരിക്കുന്നു. പരശുരാമൻ ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഇപ്പൊ തന്നെ ബലി തർപ്പണങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് ചെയ്യുന്നതാണോ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ വന്ന് ചെയ്യുന്നതാണോ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്? ഏറ്റവും ഉത്തമം, നമ്മൾ ബലി തർപ്പണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ 3 വാക്കുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇല്ലം, നെല്ലി, വല്ലം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ പിതാക്കൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് 16 വരെ ഓരോ
ഓരോ സമുദായത്തിനും ഓരോ രീതിയാണ്. ഞങ്ങളിൽ 12 ദിവസവും മറ്റുള്ളവർക്ക് നേരത്തെ 16 ദിവസവും ഒക്കെയാണ്. അപ്പോൾ ഈ 16 ദിവസമുള്ള കർമ്മങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. അത് ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാര്യം ശുദ്ധമായ ബലികളാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്, മിക്കവാറും എല്ലാം ചെയ്യുന്നത്. തിരുവല്ലത്ത് ശുദ്ധമായ ബലി ചെയ്യുന്നത് ബലി മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഇല്ലം, നെല്ലി, വല്ലം. ഇല്ലം എന്ന് പറയും വീട്ടിൽ വെച്ച് നമ്മൾ പിതൃക്കൾക്ക് ബലിയിടുന്നു. അത് കഴിഞ്ഞ് വല്ലം എന്ന് പറയും തിരുവല്ലമാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ എവിടെ ജനിച്ചവരായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ തിരുവല്ലത്ത് വന്ന് ബലിയിടുക എന്നുള്ളത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഇവിടുത്തെ ഈ ചരിത്രപരമായിട്ടുള്ള ഈ പ്രത്യേകതകൾ ഈ ബലിക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഇവിടെ വന്ന് ബലിയിടുകയും തിലോഹോമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. പിന്നെ നെല്ലി എന്ന് പറയും തിരുനെല്ലി, നമ്മുടെ വയനാട്ടിലെ തിരുനെല്ലി. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി, നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ഈ 3 സ്ഥലത്തും ബലിയിടുന്നത് ഏറ്റവും വിശേഷമാണ്. നമുക്ക് ചെയ്യാവുന്ന, പിതൃക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയാണ് ഈ 3 സ്ഥലത്തും ബലിയിടുക എന്നുള്ളത്. ആർക്കൊക്കെയാണ് ബലിതർപ്പണം ചെയ്യാൻ പറ്റുന്നത്? ബലിതർപ്പണം ചെയ്യാൻ പറ്റുന്നത് സാധാരണയായി മരിച്ച ആൾക്കാരുടെ ഇളയ ആൾക്കാരാണ്. മൂത്തവർക്ക് ബലി ഇട്ടുകൂടാന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഇത് അച്ഛൻ മരിച്ചാൽ അച്ഛന് ഇത് പെൺമക്കളോ അല്ലെങ്കിൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമാണ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മക്കൾക്ക് ഇടാം, ബലിയിടാം. അനിയനും ഇടാം, ഇളയ ആൾക്കാർക്ക് ഇടാം എന്നുള്ളതാണ്, അനിയൻ്റെ മക്കൾക്കും ഇടാം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബലിതർപ്പണത്തിൻ്റെ രീതി വരുന്നത്. പിന്നെ പല സമുദായത്തിൽ പല തരത്തിലുള്ള ആചാരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബലിയിടാൻ ആർക്കും പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കാറുണ്ട് പലരും. തിലോഹോമം നടത്തുകയോ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും അവരുടെ ഈ ഇതിന് മോക്ഷം കിട്ടണം എന്നുള്ളതാണ്, ആത്മാവിന് മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഇത്. ഇവിടെ തിരുവല്ലത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി വേറെ ആൾക്കാർ വന്ന് ബലി ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു സങ്കല്പം കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. ആൾക്കാർ പറയും സുഹൃത്തുക്കൾക്ക് വേണ്ടി വരെ വന്ന് ബലിയിടുന്നവർ ഇത് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസം, നമുക്കത് വേണ്ടെന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രക്തബന്ധക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയാൻ പറ്റില്ല. ഇതിൽ അവരുടെ വിശ്വാസമല്ലേ, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി, അവരുടെ കൂടെ ഒരുപാട് ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി വേറെ ആരും ബലിയിടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ നിന്ന് ബലി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മനസ്സിൻ്റെ ഒരു വ്യാപ്തി അനുസരിച്ച് ഇരിക്കും അതിൻ്റെ കാര്യം. മറ്റു ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ തന്നെ തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ 365 ദിവസവും ഇവിടെ വന്ന് ബലിതർപ്പണം നടത്താം എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇവിടെ തിരുവല്ലത്തിനെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പം കർക്കിടക വാവ് ബലി നോക്കിക്കഴിഞ്ഞാൽ പല അമ്പലങ്ങളിലും ബലി തർപ്പണമുണ്ട്. ഇപ്പോൾ ഓരോ സിറ്റിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനേക ക്ഷേത്രങ്ങളിലുണ്ട്. ഇപ്പോൾ ശംഖുമുഖം, ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ തിരുവല്ലത്തെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ 365 ദിവസവും എന്ന് പറഞ്ഞാൽ ദിവസവും ബലി തർപ്പണം നടത്തുന്ന ഇവിടെ തിരുവനന്തപുരത്തെ ഉള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലമാണ്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ശങ്കരാചാര്യർ, ആദിശങ്കരൻ ഇവിടെ ബലിതർപ്പണം നടത്തുകയും, അതുപോലെ തന്നെ വേറൊരു ചരിത്രം പറയുന്ന പരശുരാമൻ പോലും ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കഥ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കണക്കാക്കി ആൾക്കാരിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, കേരളത്തിൻ്റെ എന്നല്ല, ഇവിടെ ഈ അമാവാസി ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. പൂർവികർക്ക് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, മോക്ഷം കിട്ടാനുള്ള ഒരു പ്രവൃത്തിയാണ് ബലി എന്നുള്ളതും, ആ ബലി ചെയ്തു കഴിഞ്ഞാൽ അവരുടേതായ ജീവിതം നല്ലതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ജീവിത തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി അവർക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ തിരുവല്ലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവല്ലത്തുള്ള ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തിരുവല്ലത്ത് വരുന്ന എല്ലാ ആൾക്കാരും വ്രതശുദ്ധിയോടുകൂടി വരികയും ഇവിടുത്തെ ബലിതർപ്പണം നടത്തി ഭഗവാനെ കണ്ട് തൊഴുത്, ത്രിമൂർത്തി ക്ഷേത്രമായ ഇവിടെ വന്ന് തൊഴുത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പോവുകയും അവരുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന പൂജാരിമാരായ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ഞാൻ പറയുന്നു. കർക്കിടക വാവ് ബലിയുടെ ആചാരപരമായ കാര്യങ്ങൾ നമ്മളോട് ഇത്രയും നേരം പങ്കുവച്ചത് മേൽശാന്തിയായ ശ്യാം NS കുമാർ നെടുമൻപടമാണ്. ഇനി ഇതിൻ്റെ തന്നെ ബാക്കി കാര്യങ്ങളും കൂടുതൽ വിശദാംശങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു മേൽശാന്തിയായ മഹേഷ് ഭട്ടതിരി ആലപ്പുറത്ത് മഠമാണ്. തിരുമേനി നമസ്കാരം. നമസ്തേ.
തിരുവല്ലം ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആചാരപരമായിട്ട് എന്തൊക്കെ രീതികളിലാണ് ബലിതർപ്പണം നടക്കുന്നത്? തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിനായിട്ട് എത്തുന്ന ഭക്തജനങ്ങൾ തലേ ദിവസം ഒരിക്കൽ വ്രതം അനുഷ്ഠിച്ച് ശുദ്ധവൃത്തിയായി തന്നെ ക്ഷേത്രത്തിൽ വന്ന് ബലിതർപ്പണം നടത്തുക. ബലിതർപ്പണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ക്ഷേത്രത്തിൽ ബലി തർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് വന്ന് തിലോഹോമം നടത്തുക. തിലോഹോമം നടത്തിയതിന് ശേഷം വീട്ടിലുള്ളവരുടെ പേരിൽ അർച്ചന പരശുരാമസ്വാമിയുടെ നടയിൽ നടത്തി ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി തൊഴുത് പുറത്തു പോവുക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുവെയുള്ള ഒരു ആചാരം എന്ന് പറയുന്നത്. എല്ലാ ഭക്തജനങ്ങളും അത് പാലിച്ച് തന്നെ പോവുക. ബലിതർപ്പണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ദർഭപ്പുല്ല്, അവിസ്, എള്ളാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ എന്ത് പൂജകൾക്കായാലും ആ പൂജകളുടെ ചില ഒരുക്കുകളുണ്ട്. അപ്പം ആ ഒരുക്കുകളുടെ ഭാഗമായിട്ട് ബലിതർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദർഭപ്പുല്ല്, എള്ള്, നെയ്യ്, ഇങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ജീവൻ്റേതായിട്ടുള്ള അംശങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ബലിതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുള്ളത്. ദർഭപ്പുല്ല്, എള്ള്, ഇത് ഉറപ്പായിട്ടും ഈ ദ്രവ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരു ബലിതർപ്പണം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചരിത്രമോ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബലിതർപ്പണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ദർഭപ്പുല്ല്. ഇതെല്ലാം ജീവൻ്റേതായിട്ടുള്ള അംശങ്ങളാണ്. നമ്മൾ ആ പിതൃവിനെ നമ്മൾ ആവാഹിച്ച് ഇതിലിരുത്തുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിന് ജീവൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം വേണം. അപ്പോൾ ആ സാന്നിധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ദ്രവ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദർഭപ്പുല്ലും അതുപോലെ തന്നെ എള്ളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നതും അല്ലെങ്കിൽ നദീതീരത്തോ കടൽ തീരത്തോ നടത്തുന്നത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിന് ഏറ്റവും അധികം ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം വലിയൊരു ഘടകമാണ്. തർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ജലമെന്ന് പറയുന്നത് അതും ശുദ്ധവൃത്തിയായിട്ടുള്ള ജലമെന്നാണ് പറയുന്നത്. അപ്പം അതിനേറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നതിന് ഒഴുക്ക് ജലമാണ്. ഒഴുക്ക് ജലത്തിൽ അശുദ്ധി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും അധികം നമുക്ക് ഉപയോഗിക്കാനും ശുദ്ധമായിട്ട് ചെയ്യാനും നദികളിലെ ജലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നദികളിലും പുഴകളിലും കടൽ തീരങ്ങളിലുമൊക്കെ ബലിതർപ്പണം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത്. തിരുവല്ലത്തിനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമസ്വാമിയുടെ സന്നിധിയിൽ പണ്ട് മുതലേ ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഇവിടെ ത്രിവേണി സംഗമം ഇവിടെ ഉണ്ട്. ബലിതർപ്പണം നടത്തിയ ആളുകൾ അവിടെ ചെന്ന് സ്നാനം ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തിരുവല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടിയ ഒരു സങ്കേതമാണ് തിരുവല്ലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ബലിതർപ്പണത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പിതൃദോഷം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പിതൃദോഷം മാറാനായിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ നടത്തുന്ന ബലിതർപ്പണം കൊണ്ട് പരിഹാരമാകാറുണ്ടോ? പിന്നെ പിതൃതർപ്പണം അതിനകത്ത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അവരുടെ ആ ഒരു ബ്ലഡിൻ്റെ അംശമാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പം വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ഓർമ്മ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും മാറ്റി നിർത്തി പോകുന്ന ഒരു രീതിയാണ് ഇപ്പം കാണുന്നത്. അപ്പം അതിനെല്ലാം പരിഹാരമായിട്ട് ഈ പറയുന്ന കർക്കിടക വാവ് ദിവസം നമ്മുടെ പൂർവികരെ, നമ്മുടെ മുത്തശ്ശിമാർ അതുപോലെ തന്നെ അച്ഛനമ്മമാർ മരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം പിതൃതർപ്പണം നടത്താം. അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ദിവസമാണ് കർക്കിടക വാവെന്ന് പറയുന്നത് പിതൃക്കളെ സംബന്ധിച്ചോളം. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അതിൻ്റെ അനുഗ്രഹം പോസിറ്റീവായിട്ട് തന്നെ കിട്ടത്തേ ഉള്ളൂ. യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യം, ഇപ്പം നമ്മൾ എല്ലാവരും ഈ ആചാരം നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിലും ഇതിലും സംശയമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഇപ്പം മരിച്ച ഇത് വെച്ചിട്ട് നമ്മൾ ചടങ്ങുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ച ദിവസം നമ്മൾ ആണ്ട് തോറും നടത്തുന്നുണ്ട്. പിന്നെ എന്തിനാണ് കർക്കിടകത്തിൽ നമ്മളിത് ചെയ്യുന്നത് എന്ന് സംശയമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാണ്ട് നടത്തുക എന്ന് പറയുമ്പം ഒന്നുകിൽ നമ്മുടെ അച്ഛൻ അല്ലെന്നുണ്ടെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ വെച്ചാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്നത്, ആ ഒരു ചടങ്ങ് ചെയ്യുന്നത്. കർക്കിടക വാവ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ അഖിലമായിട്ടുള്ള പിതൃക്കളെ സങ്കല്പിച്ചാണ് നമ്മൾ പിതൃതർപ്പണം നടത്തുന്നത് ദിവസം. അതുകൊണ്ട് തന്നെ ആണ്ടുബലി കാര്യങ്ങളുമൊക്കെ നമ്മൾ
അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും കർക്കിടക വാവ് ദിവസം നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ആണ്ടുബലി നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരാളിനെ സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആ ആളിനെ സങ്കല്പിച്ച് ചെയ്യുന്നതും നമ്മുടെ കുടുംബത്തിലെ എല്ലാ പിതൃക്കളെ സങ്കല്പിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ട് ഇതിലാണ് വരുന്നത്. അപ്പം ആ കർക്കിടകവാവിൻ്റെ അന്ന് ഏത് തരത്തിലുള്ള ബലികൾ ഇടുന്നുണ്ടെങ്കിലും കർക്കിടകവാവിൻ്റെ അന്ന് ബലിയിടാം, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. നമ്മൾ ബലി തർപ്പണം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അന്നത്തെ ഒരു ദിവസം നമ്മളൊരു നിഷ്ഠയായിട്ട് തന്നെ പോവുക. അതിൻ്റെ ഒരു ദിവസം നമ്മൾ അതിനായിട്ട് തന്നെ മാറ്റി വെക്കുക. മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ, നല്ല രീതിയിലുള്ള സംസാരങ്ങൾ, എല്ലാവരും കുടുംബത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നാലും കുറച്ചുകൂടെ അന്നത്തെ ദിവസം നമ്മൾ ഇത് തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് മെയിനായിട്ട് അന്നത്തെ ദിവസം നമ്മൾ. തിരുമേനി തന്നെ പറഞ്ഞു തിരക്ക് പിടിച്ച ജീവിതമാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, പക്ഷേ ചിലവർക്ക് അത് സാധിക്കാതെയും വരാം. അങ്ങനെ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടാവുമോ, അല്ലെങ്കിൽ അതിന് എന്താണ് പരിഹാരമുള്ളത്? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുവായാലും ആ കാര്യം ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു അർത്ഥമുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നതിന്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു കാര്യം ഇതിനു വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ആ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അത് മുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ദൈവങ്ങളും പിതൃക്കളും സർപ്പങ്ങളും ഇവർ 3 പേരും ഏകദേശം തുല്യമായ സ്ഥാനമുള്ള ആൾക്കാർ, നമ്മുടെ ഹിന്ദുക്കളുടെ സങ്കല്പം അനുസരിച്ച്. അപ്പം പിതൃക്കൾക്ക് അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളുമായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള അന്തരീക്ഷം മോശമാവുകയും ഈ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വഴക്കുകളും ബുദ്ധിമുട്ടുകളും, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊന്നും പ്രത്യേകിച്ചൊരു ഉണർവില്ലാത്ത ഒരവസ്ഥയും, അങ്ങനെ എല്ലാ മേഖലയിലും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പം കഴിയുന്നതും നമ്മൾ ഇതിനകത്തൊരു തീരുമാനമെടുത്ത് നമ്മൾ അടിയുറച്ച് നമ്മളിത് ചെയ്യണമെന്നുള്ള ഇതിൽ തന്നെ ദൃഢനിശ്ചയത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും അത് തീരുമാനിച്ചേക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കർക്കിടകവാവിൻ്റെ അന്ന് ബലിതർപ്പണം നടത്താൻ പറ്റും. ഇപ്പം തിരുവല്ലത്തെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബലി മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ സാധാരണ അമാവാസ്യ ദിവസം, കർക്കിടകവാവല്ലാതെ മാസം തോറും വരുന്ന കർത്തവാവ് ദിവസം പ്രാധാന്യമാണ് ബലിയിടുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രത്തിനും നമ്മുടെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അതിനുള്ള 2 ദിവസം പ്രാധാന്യമുണ്ട്. പിന്നെ അതിനനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുന്നുണ്ട് ആൾക്കാർ. ഇവരെല്ലാവരും വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വരുന്നത്. അപ്പം കഴിയുന്നതും മനസ്സിൻ്റെ അചഞ്ചലമായ ഇതിൽ തന്നെ പോവുക, നടക്കും. അതാണ് ഈ 2026 ഈ വർഷത്തെ കർക്കിടക വാവ് ബലി 12-ാം തീയതിയാണ് നടക്കുന്നത്. അന്നത്തെ ദിവസം എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ബലിതർപ്പണം അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അതിഗംഭീരമായ രീതിയിൽ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ഭക്തജനങ്ങളും അന്നത്തെ ദിവസം എല്ലാവിധ വ്രതശുദ്ധിയോടും കൂടി വന്ന് ബലിതർപ്പണം നടത്തുക. പിതൃക്കളുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.